ഹാപ്പി ഓണം മാവേലി സർ. എല്ലാവരും കസേരയിൽ വന്നിരിക്കേണ്ടതാണ്. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട്. ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 സമൃദ്ധി, സന്തോഷം, ഐക്യം എന്നിവയുടെ പ്രതീകമായ കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം ആഘോഷിക്കുവാനായി നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. സമൃദ്ധിയും സന്തോഷവും നൽകുന്ന കാർഷികോത്സവം കൂടിയാണിത്. ജാതി ഭയങ്കരമെന്നെ ഒത്തുചേരുന്ന നിമിഷം. ഈ ഒത്തുചേരൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ചവരെ ഓർത്തുകൊണ്ട് 2075 പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ആദ്യമായി നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരി മിസ്റ്റർ ആൻഡ് മിസസ് സിആർ ഡേവിസ്.
ചെയ്യുവാനായി ഈ സംഘടനയുടെ രക്ഷാധികാരി ശ്രീ സിയ ഡേവിസിനെ ക്ഷണിക്കുന്നു. എല്ലാവരും തന്നെ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. എന്തു പ്രശ്നങ്ങൾക്കും മുകളിൽ നമ്മുടെ കുടുംബം എന്ന കൺസെപ്റ്റ് മുന്നിട്ട് നിൽക്കണം. നിങ്ങളെ ഈ ഓണാഘോഷം മനോഹരമാക്കാൻ പ്രയത്നിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ എൻ്റെ കടയിൽ ഒരു ടാക്സി ഡ്രൈവർ വന്നു. അദ്ദേഹം പറയുകയുണ്ടായി, പഴുവിലൂടെ ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ അപ്പാപ്പനും മാമയും പണ്ട് അരി കൊണ്ട് പഴുവിൽ വന്ന് ആൾക്കാർക്ക് വിതരണം ചെയ്ത് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇത്രയും കാലത്തിന് ശേഷവും അത് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അപ്പാപ്പനുടെയും അമ്മാമ്മയുടെയും സുഹൃത്തുക്കളാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ പ്രസിഡന്റ് കേപ്റ്റൻ CR ജോസിനെ നിങ്ങളെവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. കേപ്റ്റൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി. അത് വളരെയധികം സത്യമാണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഈ കൂട്ടായ്മയിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി നമ്മുടെ സ്വന്തം രക്ഷാധികാരി ഉദ്ഘാടകൻ അപ്പച്ചൻ CR ഡേവിസിനെ ഞാൻ ഓണാഘോഷ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ട്രഷറർ CR ജോസ് കല്ലിയത്തിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കിവിടെ ആശംസ അർപ്പിക്കുവാൻ എത്തിയിട്ടുള്ള നമ്മുടെ മുൻ സെക്രട്ടറി റാഫി ചേട്ടനെ, വൈസ് പ്രസിഡന്റ് സെബി തെക്നിയർ, സോഫി വിൻസെന്റ്, ജോയിന്റ് സെക്രട്ടറി സിജു പയ്യപ്പള്ളി, ജൂലി ചേച്ചി എന്നിവരെയും നിങ്ങളുടെ പേരിൽ ഹാർദവമായി സ്വാഗതം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കൺവീനർമാരെയാണ്. ഇത്രയും ഭംഗിയായി നമ്മുടെ പരിപാടിയെ ഏകോപിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ കൺവീനർ ആന്റണി, ജോയിന്റ് കൺവീനർ സിൻഡോ, ഗെയിംസ് കൺവീനർ റിയ എന്നിവരെ ഞാൻ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയാനുള്ളത് നിങ്ങളേവരെയുമാണ്. ഏതൊരു സംഘടനയും അടിവേരുകളാണ് നിങ്ങൾ ഒരു സംഘടനയ്ക്ക് കൊടുക്കുന്ന ആവേശവും ഉത്തേജനവുമാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത്. നിങ്ങളാണ് താരം, നിങ്ങളില്ലാതെ എന്ത് ആഘോഷം. ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദവുമായി ഞാൻ ഓണം പൊന്നോണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ തിരുവോണം കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നല്ലോണം പൊന്നോണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ റാഫി ചിറമൽ. അടുത്തതായി ആമുഖ പ്രസംഗത്തിനായി ക്രാംസ് കൺവീനർ ശ്രീ ആന്റണി ചിറമലിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി അപ്പച്ചൻ CR ഡേവിസ്, നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് CR ജോസ്, പ്രസിഡന്റ് സെക്രട്ടറി റാഫി ഡേവിസ്, ട്രഷറർ ജോസ് കലിയർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, കൺവീനർ, ജോയിന്റ് കൺവീനർ, പ്രോഗ്രാം കൺവീനർ, എല്ലാവർക്കും പിന്നീട് വന്നു ചേർന്നുള്ള ക്രൈംസ് അംഗങ്ങളായ നിങ്ങളെല്ലാവർക്കും ക്രൈംസ് 2025 ഓണാഘോഷത്തിന്റെ എല്ലാവരെയും ഓണാഘോഷത്തിന്റെ ആശംസകൾ ഞാൻ നേരുന്നു. നമ്മളുടെ അതിമനോഹരമായ ഒരു ഓണാഘോഷ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ സെക്ഷനുകളും നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ കാലത്ത് എല്ലാവരും ഒത്തൊരുമിച്ചൊരു പൂക്കളം അറേഞ്ച് ചെയ്തു, ഫോട്ടോ സെക്ഷൻ ചെയ്തു. ഇനി അടുത്തതായി നമ്മുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഈ സ്വാഗതത്തിന് ഈ ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ കൾച്ചർ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുള്ള എല്ലാവരും വളരെ ഊർജ്ജസ്വലയും
ഒരു മനോഭാവത്തോടെ ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മൾ ഉച്ചയ്ക്ക് അതിമനോഹരമായ സ്വാദിഷ്ടമായ ഒരു ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. ആ ഓണസദ്യയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഗെയിംസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഗെയിംസ് കൺവീനർ റിയയുടെ നേതൃത്വത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ എല്ലാവരും ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും ഒരു കോമ്പറ്റീഷൻ കൂടി പങ്കെടുക്കണമെന്ന് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 5 മണിയോട് കൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫ്രാൻസ് 2025 ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ആന്റണി ചിറമൽ. അധ്യക്ഷ പ്രസംഗത്തിനായി ഫ്രാൻസ് പ്രസിഡന്റ് ശ്രീ CR ജോസിനെ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ആദ്യമായി നമ്മുടെ ഈ കുടുംബത്തിൻ്റെ രക്ഷാധികാരി പോസ്റ്റിലിരിക്കുന്ന ഡേവിസ് ചെമ്മലിൽ നമ്മുടെ 1953 സെപ്റ്റംബറിന്റെ കാലഘട്ടത്തിൽ അരുണാചല കേന്ദ്രീകരിച്ച് തൊട്ടിപ്പാവിൽ നിന്ന് ചിറമൽ ലോനപ്പൻ അവരുടെ ശക്തൻ ബിസിനസ് ചെയ്യുന്നതിന്റെ ആവശ്യങ്ങളായിട്ട് തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ കുടുംബത്തെ അവിടെ കുടിയേറി പാർപ്പിച്ചതാണ്. അതാണ് ചിറമൽ കുടുംബത്തിന്റെ ആവിർഭാവം. ലോനപ്പന്റെ മകൻ ദേവസി, അതായത് എൻ്റെ അപ്പാപ്പൻ, ദേവസിയുടെ കാലഘട്ടത്തില് ദേവസി എന്ന് പറയുന്ന എൻ്റെ അപ്പാപ്പന് അന്ന് എൻ്റെ അറിവിൽ 7 മക്കളായിരുന്നു. അതിൽ ഏറ്റവും താഴെയായിരുന്നു എൻ്റെ അപ്പൻ. നമ്മുടെയൊക്കെ ഇന്നിപ്പോ പറയുന്ന ഈ ചെറുമണ്ണുറപ്പായി എന്ന് പറയുന്ന അതാണ്. ഇപ്പൊ ചെറുമണ്ണുറപ്പായി ചാലക്കുടി വെള്ളാഞ്ചിറ എന്നുള്ള സ്ഥലത്ത് വേലമ്പലാവിന്റെ ചുമ്മാരെന്ന് പറയുന്ന ആളുടെ മകള് അന്നക്കുട്ടിയെ വിവാഹം കഴിച്ചു. കുരിയത്ര ഒരുപാട് കാലം കുരിയത്ര സെന്ററിൽ തന്നെയാണ് ആദ്യം താമസം കൂടിയത്. ഇപ്പോൾ ഞാൻ ബിൽഡിംഗ് വെച്ചുള്ള തൊട്ടുപുറത്ത് ഒരു വീട്ടിലാണ് നമ്മൾ താമസം കൂടിയെന്ന് എൻ്റെ അറിവ്. അവിടെ നിന്ന് കുരിയത്ര സെന്റ് ജോസഫ് സ്ട്രീറ്റിലേക്ക് താമസം മാറ്റി. അവിടെ നിന്ന് അഞ്ചേരിയിലേക്ക് താമസം മാറി. അങ്ങനെ ഈ കണ്ട് വളർന്ന ഈ കുടുംബം ഈ രീതിയിലെത്തി. അപ്പോ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയില് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള, ആദ്യം നമ്മുടെ ഫാമിലിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ അന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെയൊക്കെ കുടുംബത്ത് ആദ്യത്തെ കൊച്ചുമോനായിരുന്നു. വളരെ സ്മാർട്ടായിട്ടുള്ള എല്ലാവരോടും സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരും കൂട്ടി വിട്ടു കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. അതിനുശേഷം എൻ്റെ മുത്തപ്പനോട് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. അതിനുശേഷം നമ്മുടെ അളിയൻ കളിത്തൂർ തോമസ് അദ്ദേഹം വിട്ടുപിരിഞ്ഞു പോയി. കൂടാതെ ഒരു കൊച്ചുമകൻ തെക്കനേത്ത് കുഞ്ഞാമലയുടെ ചെവിയുടെ മകൻ അഭിമുഖൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ അവരെ പാർട്ടിക്ക് മുമ്പിൽ ഒരു നിമിഷം നമ്മുടെ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി സാധ്യമാകാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം നിന്ന് ഒരു മൗനം ആചരിക്കും. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച നമ്മുടെ പഴയ സെക്രട്ടറി റാഫിഖ് അവരുടെ ഈ സമയത്ത് ഞാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ചെയ്യുന്നതിന്റെ പിന്നില് ഒരുപാട് ദർശന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ തുടക്കം വെച്ചിട്ടതും ചെയ്തിട്ടതും. അതിന്റെ ചെറിയൊരു കൂടുതൽ പറഞ്ഞു കൂടുതൽ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് വൈകി. എന്നിരുന്നാലും ആ സംഭവങ്ങളെ പറ്റി 2 വാക്ക് ഞാൻ ആദ്യം ചെറുതായിട്ടൊരു ടാസ്ക് നിങ്ങൾ നിർവഹിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ കുട്ടികളുടെയും പ്രായമായവരുടെയും എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ കളക്ട് ചെയ്യാം. അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം എത്ര ആവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് നമ്മൾ കളക്ട് ചെയ്ത് അറിഞ്ഞിരിക്കാം. അതൊരു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കാലഘട്ടത്തിലുള്ള നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവയവദാനികൾ ദാനം ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊജക്ട് കൂടി തയ്യാറാക്കിയിരിക്കാം. താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ മരണശേഷം കണ്ണുകൾ ദാനം ചെയ്യാം. ആ ഒരു സംവിധാനം നമ്മൾ ഇന്ന് ഇവിടെ തീരുമാനമെടുത്തിട്ട് പോകും. ഇത് രണ്ടാണ് ഇപ്പോ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള അന്നേരം അറിവും കഴിവും ഉള്ള ഈ സംസ്ഥാനത്തിനെ വളരെ ഭംഗിയായിട്ട് നയിക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്ട്രോങ് ബാക്കപ്പ് നമുക്കുണ്ട്. അവര് എന്തെങ്കിലും ആശങ്കകൾ നമ്മൾ പറയും, അതായിട്ട് നമുക്ക് എല്ലാം വിചാരിച്ചു പോകണം. പിന്നെ നമ്മളിത് കൂടുമ്പോ വൈശാഖൊക്കെ നമ്മുടെ കാലൊക്കെ കഴിഞ്ഞുപോയി. വരുന്ന തലമുറ, അടുത്ത തലമുറ, ആ തലമുറയ്ക്ക് നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ പൂർവികന്മാര് ഇവിടെ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ അവരെ നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടി ഈ കാലത്ത് കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ
എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫ്രാൻസിലെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് എല്ലാവർക്കും പൊന്നോണാശംസകൾ. വളരെ വളരെ സന്തോഷം തോന്നുന്നു. ഒത്തിരി നാളുകൾ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മ നമുക്കുണ്ടാവണമെന്നും ആ കൂട്ടായ്മയുടെ വെളിച്ചം നമ്മുടെ ഓരോ തലമുറകളും കൈമാറി പോകണമെന്നുള്ള ആഗ്രഹം. ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾക്കും കെട്ടിവന്ന പിള്ളേർക്കും ഒരു പക്ഷേ അനുഭവം ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിൽ ഞങ്ങളിങ്ങനെ കൂടിയിരുന്ന ഒരു കാലത്ത് അന്ന് ഞങ്ങളായിരുന്നു കൊച്ചുമക്കളെല്ലാം കൊച്ചുകുട്ടികൾ. അന്ന് ഇത്ര വിശായിട്ടുള്ള ആഘോഷമൊന്നല്ല. എന്നിരുന്നാലും വളരെ ആഹ്ലാദപൂർവ്വം ഞങ്ങളൊക്കെ വല്ലാത്തൊരു വൈബിലെ ആഘോഷിച്ചത് ഞങ്ങളൊക്കെ. ഇതേപോലെ തന്നെ എല്ലാ വർഷവും പരിപാടികൾ ഭംഗിയായി നടത്തുന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഒരിക്കലും കൂടി എല്ലാവർക്കും ഹൃദയം തന്നെ ഓർമ്മിച്ചത്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ശ്രീമതി സോഫി വിൻസൻ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊന്നും തയ്യാറായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. നല്ലോണം പൊന്നോണം 2025 നമ്മുടെ ക്രാൻസ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാ ആശംസകളും. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നത് ശ്രീ സിജു പയ്യപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി. വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ ക്രാംസ് കുടുംബാംഗങ്ങളെ നമ്മളിന്നോടെ കൂടിയിരിക്കുന്നത് അപ്പാപ്പൻ്റെ അമ്മാമ്മേൻ്റെ ഓർമ്മ ഉള്ള ഒരു ഇതാണെങ്കിലും നമ്മളിന്ന് ഓണം ആഘോഷിക്കുന്ന നല്ലോണം പൊന്നോണം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന് കൂടുതൽ നമ്മുടെ ക്രാംസ് കുടുംബാംഗങ്ങൾക്ക് ഓണാംശംസകൾ നേർന്നുകൊണ്ട് എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ 2025 ഓണാഘോഷം നമ്മുടെ ക്രാംസ് കുടുംബത്തോടൊപ്പം കൂടാനാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മളെല്ലാവരും അവരുടെ വീടുകളിലാണ് നമ്മൾ ഓണാഘോഷിക്കാറുള്ളത്. ഇതിനാദ്യമായിട്ടാണ് നമ്മുടെ ഈ ക്രാംസ് കുടുംബത്തോടൊപ്പം നമ്മുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ കുടുംബാംഗങ്ങളും അവരുടെ സമയം ഒരുമിച്ച് ഇവിടെ ചെലവഴിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാവർക്കും ഒരുപാട് നന്ദിയാണ് ഞാൻ അറിയിക്കുന്നു. ഇനി ഇത് നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭമായി കരുതുക. പറയാമെന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാ. അവിടെ ഒരാൾ കൈപ്പൊക്കേണ്ടത് അല്ലല്ലേ? സോറി, ഉണ്ടെങ്കിൽ പറയാ. സമയം വളരെ കുറവാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ചെവിട്ടിൽ നമ്മുടെ കൺവീനർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 1 മിനിറ്റുള്ളൂ എന്ന്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ അവസാനിക്കും. നമ്മുടെ അടിയന്മാര് റോയങ്ങള്, വിൻസെന്റ് ആപ്പി, പിന്നെ ആരെങ്കിലും എല്ലാവരും എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറയാം. വായോ വിൻസെന്റ്, വായ. ശരി, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. നന്ദി പറയുക എന്നാണ് വളരെ ചെറിയ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ കല്ലേത്ത് കുടുംബാംഗങ്ങൾ ഇവിടെ ഹാജരാകുന്നതിന് മാവേലിക്ക് പറയാം. അതിന് സമയം നമുക്കില്ല. പ്രിയ ക്രാൻസ് കുടുംബാംഗങ്ങളെ, എല്ലാവരുടെ ദേശത്തിന്റെ ഞാൻ നന്ദി പറയുമ്പോൾ 2 പേരെ വിസ്മരിച്ചു, ക്ഷമിക്കണം. നമ്മുടെ മാവേലി ജോസഫ്, നമ്മുടെ മലയാളം കേരളത്തിയ ഇവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വളരെ നന്ദി മാവേലി. അതെ, പാത്രം എടുത്തിട്ട് വെറുതെ ചോദിക്കാണ്ട് നടക്കണവരൊക്കെ ഇതിൽ പെടുന്നെന്ന് പറയാ. പാത്രം എടുത്തിട്ട് അങ്ങോട്ട് നടക്കണു. അതാ അടപ്രഥമൻ. ഇന്ന
കഴിയ ഒരുമിച്ച് ചെയ്യാം നമുക്ക്. നോക്കിയോളൂ. ഹാസിനോടെ എന്ത് പറയണോ സദ്യയെ കുറിച്ച്? സദ്യ വളരെ മനോഹരമാണ്. മൊത്തത്തിലെ പ്രോഗ്രാം നല്ല വൈബാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ആണ്. നമ്മുടെ കുട്ടികളൊക്കെ വളരെ ആക്റ്റീവ് അല്ലേ? അതെ, കുട്ടികളൊക്കെ ഫുൾ സജീവമാണ്. അവരാണ് എല്ലാ പരിപാടിയും. എന്നാമിത സ്ത്രീകളുടെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം എന്താണ്? എല്ലാ വർഷവും ഇങ്ങനെ ഭംഗിയാവട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു. സിജു, എന്താണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം? സംഗതി ഇപ്പൊ ജനപ്രതിനിധിയിലോ അടുത്ത തവണ എന്തായാലും അവാർഡ് പരിപാടിയില്. അപ്പൊ അതുകൊണ്ട് കളർ പരിപാടിയാണ്. അതെ, 3 കളർ പരിപാടിയാണ്. എല്ലാ കുട്ടികളും ഹാപ്പി നമ്മുടെ എല്ലാ പരിപാടിയും ഹാപ്പിയാണ്. കുട്ടികളൊക്കെ ഹാപ്പിയാണ്. ഓക്കെ, ഗ്രേറ്റ്. കാലത്തെ പരിപാടി അടിപൊളി, ഉച്ചത്തെ പരിപാടി അതിനും അടിപൊളി. താങ്ക് യു. ശേഷമുള്ളത് അതിന് മനോഹരമായിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ കളർ പരിപാടിയാണ്. അതാണ് റൈറ്റ്. താങ്ക് യു. ജിമ്മണിയോ, എങ്ങനെയുണ്ട് സദ്യയൊക്കെ? സൂപ്പറാണ് അല്ലേ? ഉഷാറല്ലേ? അതായത് ഇതിപ്പോ നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ നിറവുകളാക്കി മാറ്റി നമ്മൾ. തീർച്ചയായും വളരെ നല്ല ഒപ്പീനിയൻ. തീർച്ചയായും അല്ലേ? സിനോ ആരെയും പറഞ്ഞ കറക്റ്റ്. നിറവുകളുണ്ടെങ്കിൽ നിറവുകളാക്കി മാറ്റണം. ആ ഒരു നമ്മൾ കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളും കൂടി ഉണ്ടാവും. ഓക്കെ അല്ലേ? സെബി എങ്ങനെയുണ്ട്? ഓക്കെ, നമ്മളിപ്പോ ഇന്റർവെല്ല് എത്തിയിരിക്കണേ. ഇന്റർവെല്ല് വരെ നമ്മളിപ്പോ ഇട്ടുണ്ട്. ഇവിടെ ഞങ്ങളെ പൊരി ഉഷാറാക്കും. നമ്മുടെ മക്കള് നമ്മളെ വൈബുള്ളവരടാ. ഉഷാറ അല്ലേ? അല്ല അവിടെ താങ്ക് യു. സോഫി എന്ത് പറഞ്ഞോ? ഓക്കെ, അളിയാ ഉഷാറല്ലേ? യെസ്, താങ്ക് യു.